നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കർക്കിടകക്കൂറുകാരായ പുണർദത്തിന്റെ അവസാന പാദക്കാർ പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓഗസ്റ്റ് മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ്. ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചന്ദ്രക്ഷേത്രത്തിലും തന്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിലും സഞ്ചരിക്കുന്ന മാസമാണ്. ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ കർക്കിടകം രാശിയിലും ഓഗസ്റ്റ് 17-ാം തീയതിക്ക് ശേഷം സ്വക്ഷേത്രമായ ചിങ്ങത്തിലും സഞ്ചരിക്കുന്നു. ശനി മീനം രാശിയിലും, കേതു ചിങ്ങം രാശിയിലും, രാഹു കുംഭം രാശിയിലും, വ്യാഴം മിഥുനം രാശിയിലും, ചൊവ്വ കന്നി രാശിയിലും, ബുധൻ നിലവിൽ കർക്കിടകം രാശിയിലും, എന്നാൽ ഓഗസ്റ്റ് മാസത്തിലെ അവസാനം 30-ാം തീയതിയോടുകൂടി ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കുന്നു. ശുക്രൻ നിലവിൽ മിഥുനം രാശിയിലും ഓഗസ്റ്റ് 21-ാം തീയതിക്ക് ശേഷം കർക്കിടകം രാശിയിലും ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നു. സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇത്തരം ജ്യോതിഷ അറിവുകൾ ലഭിക്കുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. ഓഗസ്റ്റ് മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത്. ശേഷം മാസഫലം പറയുന്നതാണ്. ഓഗസ്റ്റ് 21 പേരിടുന്നതിനും കാതുകുത്തുന്നതിനും, ഓഗസ്റ്റ് 13, 14, 20 തീയതികൾ വാഹനം വാങ്ങുന്നതിനും, ഓഗസ്റ്റ് 3, 10, 13, 14, 20, 21, 25, 28, 29 എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും, ഓഗസ്റ്റ് 10, 11, 13, 14, 25, 28, 29 എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും, ഓഗസ്റ്റ് 13, 20, 28 എന്നീ തീയതികൾ ആദ്യമായി കുട്ടിക്ക് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ്. ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 30-ാം തീയതി വരെ മകം ഞാറ്റുവേലയാണ്. കൃഷി സംബന്ധമായി എള്ള്, ഉഴുന്ന്, മുതിര എന്നിവ വിതയ്ക്കുന്നതിന് വളരെ അനുകൂലമായ സമയമാണ്. ഇനി കർക്കിടകക്കൂറുകാരായ പുണർദത്തിന്റെ അവസാന പാദക്കാർ പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കർക്കിടകക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം. ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ ശത്രുക്കളോ കള്ളന്മാരോ കുട്ടികളോ നിമിത്തം ഇവർക്ക് പല വിധേനയുള്ള ദ്രവ്യലാഭം ഉണ്ടായേക്കും. പോലീസ്, പട്ടാളം മുതലായ ക്ഷത്രിയ ജോലികൾ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ഉണ്ടാകുന്നതാണ്. ഉപാസന, ചികിത്സ എന്നിവയുടെ ഫലമായി തന്റെ ഓജസ്സും ആരോഗ്യവും വർദ്ധിച്ചു വരുന്നതായി അനുഭവപ്പെടും. ഇവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ നിയമേന ശത്രുശല്യം വളരെയധികം കുറയാൻ ഇടയാകും. കൂടാതെ രക്തസംബന്ധിയായി അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും പല രീതിയിലുള്ള ദ്രവ്യലാഭം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ്. ഓഗസ്റ്റ് മാസം ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനും അതല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങുന്നതിനും അനുകൂലമായ സമയമാണ്. എന്നാൽ വിദേശത്തുള്ള അനിയന്റെയോ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും വീട് പണിയാനുള്ള ആവശ്യത്തിലേക്കായി ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനോ ലോൺ ശരിയാക്കുന്നതിനോ സാധിക്കുകയും ചെയ്യും. വിദേശത്തു നിന്നും മക്കൾ പണം അയക്കുന്നതിനോ മക്കൾക്ക് പുതിയ ജോലി ലഭിച്ച് വീട്ടിലെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നതിനും ഓഗസ്റ്റ് മാസത്തിൽ സാധ്യതയുണ്ട്. കർക്കിടകക്കൂറുകാർക്ക് നിലവിൽ ബുധൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും, ബന്ധുജനങ്ങളുടെ ഭാഗത്തു നിന്നും, സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുമെല്ലാം പലതരത്തിൽപ്പെട്ട ഏഷണികളും കലഹവും, എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും അനുഭവത്തിൽ വരുന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് കാലം വളരെ അനുകൂലമാണ്. പൊതുമേഖലയിലും IT മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായ സമയമാണിത്. ബിസിനസ് സംബന്ധമായും വ്യവഹാര സംബന്ധമായും പല വിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു.
കൂടാതെ സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥയും കടന്നു വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സമോ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും. വ്യാഴം 12ാം ഇടത്ത് നിൽക്കുന്ന കാലമാണ്. ഇവർ എത്ര നല്ല സ്ഥാനമാനങ്ങൾ വഹിച്ചാലും ജോലിയിൽ പിഴവുണ്ടാകുന്നതിനും തന്നിമിത്തം മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാകാനും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെ വില കുറച്ചു കാണുന്നതിനും ഇടയാകും. വ്യാഴം 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലാണ് പലരും വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനുമായുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നത്. വ്യാഴം ധനപരമായി ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും ആ ചെലവ് ചെയ്യുന്ന ധനത്തിന്റെ തുല്യമായ ആസ്തി തനിക്ക് നൽകുകയും ചെയ്യുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്തുള്ളവർ ഓഗസ്റ്റ് മാസത്തിൽ തന്റെ നാക്കുപിഴ മൂലം അപമാനമുണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് പുത്രഭാഗ്യം ഉണ്ടാകുന്നതിന് അനുയോജ്യമായ സമയമാണിത്. കൂടാതെ ഭർത്താവിനുണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്ക് നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യും. കർക്കിടകക്കൂറുകാർക്ക് ശുക്രൻ നിലവിൽ 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകും എങ്കിലും മറ്റു കാര്യങ്ങളിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇവർ സൽസ്വഭാവികളും ദാനശീലം ഉള്ളവരായും മാറും. ചെലവുകൾ വന്നു ഭവിക്കാമെങ്കിലും ഇവർക്ക് ഈ സമയം ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അതായത് വിവാഹ തടസ്സങ്ങളും പ്രണയ സംബന്ധിയായ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം. ഒരുപക്ഷെ ജോലി സംബന്ധമായോ മറ്റോ ബന്ധുക്കളെ പിരിഞ്ഞു താമസിക്കേണ്ട അവസ്ഥയും ഉണ്ടാകാം. വസ്ത്രസംബന്ധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അത്ര ഗുണപ്രദമായ സമയമല്ലത്. എന്നാൽ 12ാം ഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ 21ാം തീയതി രാശി മാറി ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ഓഗസ്റ്റ് മാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഇടയാകും. വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി, ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും. തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതാണ്. ഇവരുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാനും സാധിക്കും. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും ഒരുപക്ഷെ അപ്രതീക്ഷിതമായി നിധിദർശനം വരെ സാധ്യമായേക്കും. ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവ് ഉണ്ടാകുകയും കൃഷി, ഫാമിംഗ്, വസ്ത്രം, ആഭരണങ്ങൾ, സുഗന്ധവസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിൽ കർക്കിടകക്കൂറുകാർക്ക് സൂര്യൻ 17ാം തീയതി വരെ ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഇവർക്ക് നിലവിലെ സൂര്യന്റെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല. ഇവർക്ക് അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദുഃഖം അനുഭവിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും. ഇത്തരം യാത്രകളിൽ ഭക്ഷണം ശരിയാകാത്തത് നിമിത്തമോ മറ്റോ പലവിധേന ഉദരരോഗം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. ജോലി സ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും. എന്നാൽ എക്സിക്യൂട്ടീവ് പദവികൾ വഹിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണ്. കഠിനാധ്വാനത്താൽ സാമ്പത്തിക ദുരിതങ്ങൾ മെല്ലെ മാറ്റുവാൻ കഴിയും. ജോലിയിൽ പ്രമോഷനും മറ്റും ലഭിക്കുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും. കൂടാതെ തനിക്ക് അനുകൂലമല്ലാത്ത സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. എന്നാൽ 17ാം തീയതി സൂര്യൻ കർക്കിടക രാശിക്കാരുടെ 2ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. സൂര്യന്റെ 2ലെ സ്ഥിതി നിമിത്തം ഓഗസ്റ്റ് മാസത്തിൽ ചെലവ് അധികരിച്ചിരിക്കും. ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരും. എന്നാൽ പഴയ സ്ഥാപനം വിട്ട് പുതിയതിലേക്ക് മാറുവാൻ അവസരമുണ്ടാകും. സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണിത്. ജോലിയോടുള്ള പ്രതിപത്തി നിമിത്തം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ മരണതുല്യമായ അവസ്ഥകൾ കടന്നു വരുന്നതിന് പോലും കാരണമായേക്കാം. അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കണ്ണിന് രോഗം വരുന്നതിനും കൂടാതെ രോഗങ്ങൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഓഗസ്റ്റ് മാസം ഇടയാകുന്നതാണ്. നിലവിൽ ശനി 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു.
ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലായതിനാൽ ജീവിതശൈലി മാറ്റേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ വേണ്ട ഔഷധങ്ങൾ സേവിക്കുകയും ചിട്ടയായ ആഹാരം ശീലിക്കുകയും വ്രതങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷദുരിതങ്ങൾക്ക് അയവുണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ള ജീവിതശൈലി അടുത്ത 2.5 വർഷക്കാലം തുടരുകയും കൂടാതെ എന്തെങ്കിലും രോഗലക്ഷണം തോന്നിയാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോകുകയും ചെയ്യുന്നത് ഗുണപ്രദമാണ്. ശനി 9ാം ഭാവത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് തരിക. എന്നിരുന്നാലും പൊതുവെ ഒരു ഭാഗ്യക്കുറവ് ജീവിതത്തിൽ ഉണ്ടാകും. കൂടാതെ തന്റെ സംസാര രീതിയിൽ മിതത്വം പാലിക്കേണ്ടതും ദേഷ്യത്തെ നിയന്ത്രിച്ചു നിർത്തേണ്ടതും ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. ആത്മീയ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നതിനും തനിക്ക് ലഭിക്കാൻ അർഹതയുള്ള അംഗീകാരം വൈകി ലഭിക്കുകയോ പ്രസ്തുത കാലത്തിൽ തടസ്സപ്പെടുകയോ ചെയ്യും. പിതാവിന്റെ രോഗദുഃഖം വർദ്ധിച്ചേക്കാം. ശനി വ്യാഴക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ കൂറുകാർ ധാർമ്മികരായി തീരുകയും ആത്മവിദ്യ അഭ്യസിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. മതപരമായ സ്ഥാപനങ്ങളുടെയോ അത്തരം കാര്യങ്ങളുടെയോ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന സമയം സാധ്യതയുണ്ട്. ക്ഷേത്രകാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ കുറവുണ്ടാകും. ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത 2.5 വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ്. ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണമെന്നില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും പരമാവധിയും ഒഴിവാക്കുക, പ്രത്യേകിച്ച് അപരിചിതർക്ക്. ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത 2.5 വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ്. ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണമെന്നില്ല. എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശിവന് ധാര വഴിപാട് ചെയ്യുന്നതും ഉത്തമമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.